റാപ്പർ റൗണ്ട് സ്കേർട്ടാണിത്. 2 മീറ്റർ 90 സെൻറ്റിമീറ്റർ നീളവും 36 ഇഞ്ച് വീതിയുമുള്ള തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. വേസ്റ്റ് 34 ഇഞ്ചും ഇറക്കം 32 ഇഞ്ചുമാണ്. റാപ്പർ റൗണ്ട് സ്കേർട്ട് തയ്ക്കാനായിട്ടുള്ള തുണി 4ആയിട്ട് മടക്കിയിടാം. ആദ്യം ഒന്ന് 2ആയിട്ട് മടക്കി, അതിന് ശേഷം ആ മടക്ക് വശത്തിൻ്റെ ആ ഒരു തുമ്പെടുത്ത് എതിർവശത്തേക്ക് കോണാകൃതിയിൽ മടക്കിയിടണം. ഇത് നമ്മൾ കോണാകൃതിയിൽ മടക്കിയിട്ടതാണ്. ഇപ്പോൾ കോണാകൃതിയിൽ മടക്കിയിടുമ്പോൾ ഈ 4 പാളികളും വരുന്നത് ഇവിടം വരെ മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ? അതായത് നമ്മുടെ തുണിക്ക് നീളം കുറവാണ്, അതുപോലെ തന്നെ വീതിയും കുറവാണ്. ആദ്യം നമുക്കിതിൻ്റെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റ് 34 ഇഞ്ചാണ്. കോണാകൃതിയിലുള്ള ഭാഗത്തിന് താഴെ എവിടെയാണോ കിട്ടുന്നത് അവിടെ നമുക്ക് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ലൈൻ മടക്കിയിടുന്ന തുണിയിൽ വേസ്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ ലെങ്ത് വേണ്ടത് 32 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ 32 ഇഞ്ച് ആ 4 പാളിയുള്ളിടത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു പോയിൻറ്റ്, ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് അവിടെ 4 പാളിയുള്ളിടത്ത് കിട്ടി. ഇനി ബാക്കിയുള്ളത് എവിടെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഈ വേസ്റ്റ് മാർക്ക് ചെയ്തെടുത്ത് ടേപ്പ് മാറ്റി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ അടുത്ത ടേപ്പ് മാറ്റി വെച്ച് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത്. തുണിയുടെ 2 മടക്കുള്ള ഭാഗത്ത് തുണി 4ആയി മടക്കിയെടുത്ത് അത്രയും ലെങ്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റിൽ ടേപ്പ് മാറ്റി വെച്ച് നമുക്ക് ബാക്കിയുള്ള ലെങ്ത് കൂടി അടയാളപ്പെടുത്താം. ഇത് നമ്മൾ ലെങ്ത് മുഴുവനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെങ്ത് മാർക്ക് ചെയ്തതിൽ ആദ്യത്തെ മാർക്കിങ് മാത്രമേ നമുക്ക് 4 പാളിയുള്ളിടത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 2 പാളിയുള്ളിടത്താണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് മാർക്ക് ചെയ്തല്ലോ, അതൊന്നും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. 4 പാളി വരുന്നതാ ഇവിടം വരെ മാത്രമേ ഉള്ളൂ. താഴോട്ടുള്ളത് 2 പാളിയേ ഉള്ളൂ. ആ 2 പാളി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ തുണിയില്ലേ, ആ തുണി വെച്ച് തന്നെ നമുക്കിത് ജോയിൻ ചെയ്ത് എടുക്കാം. വേസ്റ്റിനുള്ള ലെങ്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ജോയിൻ ചെയ്ത ഭാഗമാണിത്. ഇത് വേസ്റ്റ് ഭാഗമാണ്. ഇത് കണ്ടോ, വേസ്റ്റിൽ വെക്കാനായിട്ടുള്ള പടിയാണിത്. ഈ പടിക്ക് 3 ഇഞ്ച് വീതിയാണുള്ളത്. നീളം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. സ്കേർട്ടിൻ്റെ നല്ല വശവും പടിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അതായത് സ്റ്റിച്ച് ഇളകി പോകാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പടി കണ്ടോ, പടിക്ക് ആവശ്യത്തിനുള്ള നീളം എടുക്കുക. നമുക്ക് എത്രയാണോ വള്ളി വേണ്ടത് അത്രയും നീളത്തിലെടുക്കുക. വീതി 3 ഇഞ്ചാണ്. ഇനി താഴെ മടക്കി അടിക്കുമ്പോൾ ഒരു വട്ടം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വളഞ്ഞും പൊളിഞ്ഞൊന്നും പോകത്തില്ല, നേരായിട്ട് തന്നെ കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.